ജെയിൻ ടോക്സിലേക്ക് സ്വാഗതം. 1953 ജോസഫ് സ്റ്റാലിൻ്റെ മരണശേഷം നികിത ക്രൂഷ്ചേവ് അധികാരത്തിലെത്തി. തുടർന്ന് 1956 മുതൽ ഡീസ്റ്റാലിനൈസേഷൻ ആരംഭിച്ചു. അതുപോലെ CPM-ൽ ഇപ്പോൾ ഒരു പിണറായിസം ആരംഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതെന്തായാലും CPM-ൻ്റെ കാര്യം. അന്ന് ക്രൂഷ്ചേവിനോട് അന്നത്തെ പാർട്ടി കോൺഗ്രസിൽ ഒരു ചോദ്യമുയർന്നു. സ്റ്റാലിന് ഇത്രയൊക്കെ ഏകാധിപത്യം കാണിച്ചപ്പോൾ, ഇത്രയൊക്കെ ക്രൂരതകൾ കാട്ടിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന്. കാരണം സ്റ്റാലിനോട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ക്രൂഷ്ചേവ്. ആരാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് ആരാഞ്ഞുകൊണ്ട് ക്രൂഷ്ചേവ് തിരിഞ്ഞു നിന്നു. പക്ഷേ ആരും എഴുന്നേറ്റ് നിന്നില്ല. ഇത് CPM-ന് മാത്രമല്ല, ഇപ്പോൾ ഇത് കോൺഗ്രസിനും പ്രസക്തമാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ അതിൻ്റെ ജനാധിപത്യ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരത്തിന് വിരുദ്ധമായിട്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടായാൽ ഈ ഒരു ചോദ്യം ഇവിടുത്തെ സംസ്ഥാന നേതാക്കളോട് ജനങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ താഴെയുള്ള പാർട്ടി നേതാക്കൾ ചോദിക്കും. പക്ഷേ ചോദിക്കുമ്പോൾ ആരാണ് ചോദ്യം ഉന്നയിച്ചതെന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കുമ്പോൾ ആരും എഴുന്നേറ്റ് നിൽക്കാതെ, ആരും കൈയുർത്താതിരുന്നാൽ അത് നിർഭാഗ്യകരമായി പോകും. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ലീഗിനെതിരെ ഒരു പരാമർശം നടത്തി. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നിടത്ത് ലീഗിന് എന്ത് കാര്യമെന്ന്. സാധാരണഗതിയിൽ കാര്യമില്ല. കാരണം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആ അഭിപ്രായം ആരായുകയും മറുപടി പറയുകയുമാണ് പതിവ്. പക്ഷേ അവർക്ക് തന്നെ തോന്നിക്കാണും, ലീഗിന് തന്നെ തോന്നിക്കാണും ഇത് അവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് കൈവിട്ട നിലയിലാണോ കാര്യങ്ങൾ പോകുന്നതെന്ന്. പക്ഷേ ലീഗിന് അതിലുള്ള അവകാശം എന്താണ് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കാരണം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ട UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ്. ലീഗിനെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, നിയമസഭാ ചെയർമാൻ കൂടിയാണ്. UDF-ൻ്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നിടത്ത് UDF-ൻ്റെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് ആർക്കും പറയാനാവില്ല. അതുകൊണ്ട് മാത്യു കുഴൽനാടനോട് യൂത്ത് ലീഗിലെ ഒരു നേതാവ് പറഞ്ഞതുപോലെ, കുഴൽനാടൻ കുഴലൂതേണ്ട കാര്യമില്ല, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞതുപോലെ, ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ, ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ലെങ്കിൽ പിന്നീട് ഈ ചോദ്യം ഉയരും, നിങ്ങൾ അന്ന് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്ന്.